ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെടുന്ന വില്ലകൾ സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ ആലുവ ചൂണ്ടി എന്ന് പറയുന്ന സ്ഥലത്താണ്. നമുക്ക് ബസ് റൂട്ടിൽ നിന്നൊക്കെ വെറും 500 മീറ്ററിൽ താഴെ മാത്രമാണ് ഈ കാണുന്ന വില്ലകളിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത്. 30ഓളം വില്ലകളുള്ള ഒരു പ്രൊജക്ടിനകത്തുള്ള ഏകദേശം ഒരു 5 വീടുകളാണ് നമുക്കിനി സെയിലിനായിട്ടുള്ളത്. അതിൽ ഒരു വീടാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഈ 30 വില്ലകളിൽ നമുക്ക് ഏകദേശം 25 വീടുകളിലും സെയിലായി അതിനകത്തെല്ലാം തന്നെ ആളുകൾ താമസമായതാണ്. ബാക്കിയുള്ള 5 വില്ലകൾ 2 പ്രൈസ് റേഞ്ചുകളിലാണ് വരുന്നത്. പ്രൈസ് റേഞ്ചുകൾ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് തന്നെ കാണുക. ഇവിടെയുള്ള ഏകദേശം വീടുകളുടെയൊക്കെ ഒരു എലിവേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു. ചെറിയ ചെറിയ ഡിഫറൻസുകളോട് കൂടിയിട്ടാണ് ഓരോ വില്ലകളും ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന വില്ലകളുടെ എല്ലാം ഫ്രണ്ടിലൂടെ പോകുന്ന റോഡ് നോക്കിയാൽ കാണാം, ഇന്റർലോക്കിംഗ് ടൈല് വിരിച്ചിട്ട് വളരെ മനോഹരമായിട്ട് തന്നെയാണ് റോഡുകൾ ചെയ്തിരിക്കുന്നത്. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഇതിനകത്ത് ഒരു വില്ലയാണ്. അപ്പൊ നമുക്ക് ഈ ഒരു വില്ലയുടെ എലിവേഷൻ കാര്യങ്ങൾ ഡീറ്റെയിൽ ഒക്കെ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. നമുക്ക് മതിലിൽ നിന്ന് തന്നെ തുടങ്ങാം. നല്ല ഭംഗിയുള്ള ഡിസൈനിൽ പൈപ്പ് കൊണ്ട് കുറച്ച് ഡിസൈനുകളും ഒരു ബ്രിക്ക് മോഡലുള്ള കുറച്ച് ഡിസൈനുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. മെയിൻ 2 പില്ലറുകളിൽ വന്നിട്ടാണെങ്കിൽ 2 ഷോ ലൈറ്റും കൊടുത്തിട്ടുണ്ട്. വീടിന്റെ എലിവേഷൻ നോക്കുവാണെങ്കിൽ ഒരു ബോക്സി ഷേപ്പ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യത്തിൽ നമുക്ക് പില്ലറുകളിലൊക്കെ നോക്കിയാൽ കാണാം ടെക്സ്ചർ വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. മെയിൻ ആയിട്ട് ഒരു വൈറ്റ് കളർ പെയിന്റ് ആണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഇടയ്ക്ക് കാണുന്ന ചില ഭാഗങ്ങളിലൊക്കെ ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡും മുകളിലുള്ള ബാൽക്കണി ഏരിയകളിലൊക്കെ നോക്കുകയാണെങ്കിൽ റൂഫിലൂടെ ലൈറ്റ് യെല്ലോ ഷെയ്ഡും ഒക്കെ കൊടുത്തിട്ടുണ്ട്. വീട് കംപ്ലീറ്റ് ആയിട്ട് തന്നെ LED ലൈറ്റ് ഫിറ്റിംഗ്സും ഷോ ലൈറ്റുകളും ഒക്കെ കൊടുത്തിട്ട് വളരെ ഭംഗിയായിട്ട് തന്നെയാണ് എലിവേഷൻ ചെയ്തിരിക്കുന്നത്. ഗേറ്റ് നോക്കുവാണെങ്കിൽ ഒരു സൈഡ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് സ്ലൈഡ് ചെയ്ത് വെക്കാവുന്ന രീതിയിലും മറ്റേ സൈഡ് വന്നിട്ട് ഫോൾഡ് ചെയ്ത് വെക്കാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഗേറ്റിന്റെ കുറച്ച് വർക്കുകൾ മാത്രമാണ് ഈ പെൻഡിങ് ആയിട്ട് ഇവിടെ നിൽക്കുന്നത്. വീടിനകത്തേക്ക് കയറുന്ന സമയത്ത് നിങ്ങൾക്ക് വലിയൊരു കാർ പോർച്ചും ബാക്കിയുള്ള സറൗണ്ടിങ് ഏരിയാസ് എല്ലാം കാണാം. ഇവിടെ എല്ലാം ഭംഗിയായിട്ട് നല്ല ടൈലാണ് വിരിച്ചിരിക്കുന്നത്. കവേർഡ് ആയിട്ടുള്ള ഈ ഒരു കാർ പോർച്ചിന് അണ്ടറിൽ നമുക്കൊരു വലിയ കാറ് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. അതുകൂടാതെ ഈ ഒരു ഏരിയയിലും ഒരു കാറ് പാർക്ക് ചെയ്യാം. ടോട്ടൽ 2 കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് സ്പേസ് ആണ് നമുക്ക് ഈ ഒരു വീട്ടിൽ കിട്ടുന്നത്. അതുകൂടാതെ 2 വീലേഴ്സ് ഒക്കെ പാർക്ക് ചെയ്യാനാണെങ്കിൽ നമുക്ക് ധാരാളം സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. ഈ ഒരു വീട്ടിലേക്കുള്ള വാട്ടറിന്റെ സോഴ്സ്, ഡ്രിങ്കിങ് വാട്ടറിന്റെ സോഴ്സ് നോക്കുവാണെങ്കിൽ നമുക്ക് കിണറുണ്ട്, വെൽ വാട്ടർ ഉണ്ട്. അതുകൂടാതെ മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് KWയുടെ വാട്ടറും കൂടിയാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒരു കവേർഡ് പോർച്ചിന്റെ നേരെ മുകളിലേക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഭംഗിയായിട്ടുള്ള വർക്കുകളും ഡിസൈനുകളും LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. വീടിനകത്തേക്ക് കയറിയിട്ട് നമുക്ക് നേരെ ലെഫ്റ്റ് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡ് മാത്രമല്ല 2 സൈഡിലും ആളുകൾക്ക് കടന്നു പോകാനുള്ള സ്പേസ് ഇട്ടിട്ട് തന്നെയാണ് വീട് ചെയ്തിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിൽ നോക്കുവാണെങ്കിൽ ടൈല് വിരിച്ചിരിക്കുന്ന ഈ ഒരു ഏരിയ കഴിഞ്ഞ് ബാക്കി കംപ്ലീറ്റ് ആയിട്ട് ബേബി മെറ്റലാണ് വിരിച്ചിരിക്കുന്നത്. ഈ ഒരു സൈഡിലൂടെ നല്ല രീതിയിൽ വിഡ്ത്ത് ഇട്ടിട്ട് തന്നെയാണ് വീട് ചെയ്തിരിക്കുന്നത്. നമുക്ക് നേരെ കടന്നുപോയി ബാക്ക് സൈഡിലൂടെയൊക്കെ ആണെങ്കിലും പാസ് ചെയ്ത് പോകാവുന്ന നല്ല സ്പേസ് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. നമുക്ക് ചെടികളൊക്കെ നടണമെങ്കിലും പച്ചക്കറി തോട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ താല്പര്യമുള്ളവർക്കാണെങ്കിലും നല്ല സ്പേസ് തന്നെയാണ് വീടിന്റെ ബാക്ക് സൈഡിൽ നമുക്ക് കിട്ടുന്നത്. ആക്ച്വലി ഇത് നമുക്ക് വർക്ക് ഏരിയയുടെ സ്പേസ് ആണ്. ഈ ഒരു വീട്ടിൽ നമുക്ക് 2 കിച്ചൺ കിട്ടുന്നത് കൊണ്ട് വർക്ക് ഏരിയയുടെ ഒരു ആവശ്യം വരുന്നില്ല. എങ്കിൽ പോലും വർക്ക് ഏരിയ കമ്പൽസറി ആണെന്നുള്ളവർക്ക് തീർച്ചയായിട്ടും ചെയ്തെടുക്കാനായിട്ട് നല്ലൊരു സ്പേസ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. വീടിന്റെ ബാക്ക് സൈഡിലൂടെ കറങ്ങിയപ്പോൾ നമ്മൾ നേരെ ഫ്രണ്ടിലാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്കറിയേണ്ടത് ഇവിടെ നിന്നും ഓരോ സ്ഥലങ്ങളിലേക്ക് പോകുന്ന ഡിസ്റ്റൻസ് എങ്ങനെയൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ എറണാകുളം ജില്ലയിലെ ആലുവ ചൂണ്ടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ഇവിടെ നിന്ന് ഏറ്റവും അടുത്ത് വരുന്ന ലൊക്കേഷൻ നോക്കുവാണെങ്കിൽ രാജഗിരി ഹോസ്പിറ്റൽ. നമുക്ക് എല്ലാവർക്കും അത്യാവശ്യമാണ്, എല്ലാവരും എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഹോസ്പിറ്റൽ, സ്കൂളുകൾ, ഇതൊക്കെ. അങ്ങനെ നോക്കുവാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് രാജഗിരി ഹോസ്പിറ്റലിലേക്ക് വെറും 3 കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, രാജഗിരി ഹോസ്പിറ്റലിന് എത്ര അടുത്താണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത്. അതുപോലെ നമുക്ക് സൗത്ത് കളമശ്ശേരി ഭാഗങ്ങളിലേക്കൊക്കെ പോകണമെങ്കിൽ സൗത്ത് കളമശ്ശേരി കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരുപാട് സ്കൂളുകൾ നമുക്കുണ്ട്. രാജഗിരി സ്കൂളുണ്ട്. അവിടേക്കൊക്കെ എത്തണമെങ്കിൽ വെറും 9 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ സൗത്ത് കളമശ്ശേരി ഭാഗത്തേക്ക് നമുക്ക് എത്തിച്ചേരാം. എയർപോർട്ട് നോക്കുവാണെങ്കിൽ വളരെ ഈസിയാണ്. NRIസിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ വീട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വന്നു പോകാനൊക്കെ ആയിട്ട് വളരെ എളുപ്പമാണ്. എയർപോർട്ടിലേക്ക് വെറും 15 കിലോമീറ്റർ മാത്രമാണ് ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് വരുന്നത്. ഇൻഫോ പാർക്ക് സ്റ്റാഫിനാണെങ്കിലും ഒട്ടും ദൂരമൊന്നുമില്ല. വെറും 12 കിലോമീറ്റർ മാത്രമാണ് ഇൻഫോ പാർക്കിലേക്ക് നമുക്ക് ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് വരുന്നത്. അപ്പൊ ഇവിടെ നിന്ന് ഓരോ സ്ഥലങ്ങളിലേക്കുള്ള ഡിസ്റ്റൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് ഈ മനോഹരമായ വീടിന്റെ ഇന്റീരിയർ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ വീടിന്റെ സിറ്റ് ഔട്ടിലാണ്. ഇതിന്റെ ഫ്ലോർ നോക്കിയാൽ നമുക്ക് കാണാം ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റ് ആണ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ അതിന്റെ പില്ലർ വന്നിട്ട് കോപ്പർ കളറിലുള്ള ഡിസൈൻ ഉള്ള ഒരു ടെക്സ്ചർ വർക്കാണ് പില്ലറിനകത്ത് കൊടുത്തിരിക്കുന്നത്. സിറ്റ് ഔട്ടിന്റെ റൂഫിൽ നോക്കുവാണെങ്കിലും ചെറിയ രീതിയിലുള്ള ഡിസൈൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ചെറിയ രീതിയിലുള്ള LED ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്.
ഈ കാണുന്നത് വീടിന്റെ മെയിൻ ഡോർ ആണ്. 2 പീസ് ആയിട്ടാണ് ഡോർ ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഡിസൈനും ബ്ലാക്ക് കളറിലുള്ള ഒരു ഹാൻഡിലൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. വീട് ഫേസ് ചെയ്യുന്നത് വെസ്റ്റ് ഫേസിംഗ് ആയിട്ടാണ് മെയിൻ ഡോർ വരുന്നത്. ഈ കാണുന്ന വീടിന്റെ മെയിൻ ഡോറിന്റെ ദർശനം വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ്. രണ്ടായിട്ട് ഓപ്പൺ ചെയ്യാവുന്ന ഈ ഒരു മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ ലിവിംഗ് സ്പേസിലേക്കാണ്. ലിവിംഗ് ഏരിയയിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഇവിടുത്തെ ആദ്യം ടൈല് തന്നെ നോക്കാം. അത്യാവശ്യം നല്ല ഭംഗിയായിട്ടുള്ള ഒരു വൈറ്റ് കളർ ടൈല്, ഒരു ചെറിയ ഡിസൈൻ വരുന്ന രീതിയിലാണ് ടൈല് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന വീടിന്റെ ലാൻഡ് എന്ന് പറയുന്നത് 5.3 സെന്റ് ആണ്. 5.3 സെന്റിലുള്ള ഒരു വീട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം എത്രമാത്രം സ്പേഷ്യസ് ആയിരിക്കും ആ വീടെന്നുള്ളത്. പുറത്തുള്ള ഏരിയകളും നമുക്ക് ചുറ്റിനും ഇത്രയും വിത്തലായിട്ട് നമുക്ക് നടന്നു പോകാനുള്ള സ്പേസ് ഒക്കെ കിട്ടാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ കാണുന്ന വീട് 5.3 സെന്റിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ടാണ്. സെയിം ടൈം ഇതിന്റെ സ്ക്വയർ ഫീറ്റ് നോക്കുവാണെങ്കിൽ 2500 ആണ്. 2500 സ്ക്വയർ ഫീറ്റുള്ള ഒരു വീട്ടിൽ എത്രമാത്രം സ്പേസ് കിട്ടുന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഇവിടുത്തെ ടൈലിന്റെ കാര്യങ്ങൾ നോക്കി. ഇനി നമുക്ക് വിൻഡോസ് നോക്കാം. ഈ രണ്ട് ഭാഗത്തായിട്ടാണ് വിൻഡോസ് വരുന്നത്. വൈറ്റ് കളറിലാണ് വിൻഡോസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് TV ഒക്കെ വയ്ക്കാനുള്ള ആ ഒരു സ്പേസ് വരുന്നത് ഈ ഒരു ഭാഗത്താണ്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒരു TV യൂണിറ്റ് അവിടെ ചെയ്തെടുക്കാവുന്നതാണ്. അതല്ലെങ്കിൽ നമുക്ക് ബിൽഡറുമായിട്ട് സംസാരിച്ച് തീർച്ചയായിട്ടും ഒരു TV യൂണിറ്റ് അവിടെ കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. ഇതിന്റെ റൂഫിൽ നോക്കുവാണെങ്കിലും കാണാം ഭംഗിയുള്ള വർക്കുകളും LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഉണ്ട്. റൂഫിൽ ഡിസൈനുകളൊക്കെ വന്നിട്ടുണ്ട്. അതുകൂടാതെ തന്നെ നമുക്ക് ഇടയ്ക്ക് ഷോ ലൈറ്റുകളും ഒക്കെ ആയിട്ട് വെച്ചിരിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. ഈ കാണുന്ന ലിവിംഗ് സ്പേസിൽ നിന്ന് നമ്മൾ നേരെ വരുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ്. എൻട്രൻസ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം മൾട്ടിവുഡ് കൊണ്ട് ഭംഗിയായിട്ടുള്ള എൻട്രൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയൊക്കെ ധാരാളം ഓപ്പൺ ഷെൽഫുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. നേരെ ഡൈനിങ് ഹാളിലേക്ക് വരുന്ന സമയത്ത് ഒരു 12 പേരെ വരെയൊക്കെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ സ്പേസ് ആണ് ഡൈനിങ് ഹാളിൽ നമുക്ക് കിട്ടുന്നത്. വളരെ വലിയൊരു ഏരിയ തന്നെ നമുക്ക് ഡൈനിങ്ങിനായിട്ട് ഇവിടെ കിട്ടുന്നുണ്ട്. നേരെ നോക്കുമ്പോൾ 3 വിൻഡോസ് വിസിബിൾ ആണ്. അതുകൂടാതെ തന്നെ ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ആ ഒരു വുഡൻ ബേസ് ആയിട്ടുള്ള ഒരു ഹാൻഡ് റൈൽ ആണ് ഇതിന് വരുന്നത്. ഇതിനകത്തെല്ലാം തന്നെ ടഫിന്റെ ഗ്ലാസ് ഇട്ടിട്ടാണ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന സ്റ്റെയർ കേസിന്റെ താഴെയുള്ള ഭാഗത്താണെങ്കിലും കബോർഡുകളായിട്ടൊക്കെ തിരിച്ച് ഡോറൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് ഇൻവെർട്ടേഴ്സ് ഒക്കെ വയ്ക്കാനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഡൈനിങ് ഏരിയയിൽ നമുക്കിത് കാണേണ്ടത് വാഷിംഗ് കൗണ്ടർ ആണ്. ഈ ഒരു ഭാഗത്ത് മൾട്ടിവുഡ് കൊണ്ട് നല്ല ഭംഗിയായിട്ടാണ് വാഷിംഗ് കൗണ്ടർ ചെയ്തിരിക്കുന്നത്. അതിന് എക്സ്ട്രാ വരുന്ന ഈ സ്പേസുകളിലൊക്കെ നമുക്ക് സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിൽ തന്നെ ഡോറുകളായിട്ടൊക്കെ തിരിച്ച് അകത്തെല്ലാം തന്നെ ഗ്ലാസ് പാർട്ടീഷനാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വാഷ് ബേസിൻ വയ്ക്കാനുള്ള ഈ ഒരു മെയിൻ ടോപ്പ് വന്നിട്ട് വൈറ്റ് കളറാണ് ബേസ് വരുന്നത്. അതിന്റെ താഴെയും നമുക്ക് സ്റ്റോറേജ് സ്പേസ് ലഭിക്കുന്നുണ്ട്. നമുക്കിനി വാഷ് ബേസിന്റെ ആ ഒരു എക്യുപ്മെന്റ് മാത്രമാണ് ഇവിടെ വയ്ക്കാനുള്ള വർക്കുകളൊക്കെ പെൻഡിങ് ഉള്ളത്. വലിയൊരു മിററും കൊടുത്ത മുകളിലൊക്കെ ആണെങ്കിലും നല്ല രീതിയിലുള്ള ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഡൈനിങ് സ്പേസിന്റെ നേരെ റൂഫ് നോക്കുവാണെങ്കിലും കാണാം ഭംഗിയായിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഡിസൈനുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് സ്റ്റെപ്പ് കയറി പോകുന്ന മുകൾ ഭാഗം മാത്രം ഡബിൾ ഹൈറ്റഡ് ആയിട്ടാണ് വരുന്നത്. നമുക്ക് ഈ വീട്ടിൽ 4 ബെഡ്റൂമുകൾ കിട്ടുന്നുണ്ട്. 2 ബെഡ്റൂമുകൾ താഴെയും 2 മുകളിലുമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ ആദ്യത്തെ ബെഡ്റൂം എങ്ങനെയാണെന്നുള്ളത് നോക്കാം. സെപ്പറേറ്റ് ഒരു സ്പേസ് കൊടുത്ത് ഒരു ഇടനാഴി പോലെ വന്നിട്ട് ഈ ഭാഗത്തായിട്ടാണ് ബെഡ്റൂം വരുന്നത്. ബെഡ്റൂമിന്റെ ഡോർ വന്നിട്ട് ഒരു വൈറ്റ് കളറിലാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിലേക്ക് വരുമ്പോൾ അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു ബെഡ്റൂമാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഈ ബെഡ്റൂമിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 14x10 ഫീറ്റ് ആണ്. 14-10 ഫീറ്റിലാണ് ഈ കാണുന്ന ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. നേരെ നോക്കുമ്പോൾ നമുക്ക് 3 വിൻഡോസ് കാണാം. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് മൾട്ടിവുഡ് കൊണ്ടുള്ള വാർഡ്രോബ് കിട്ടുന്നത്. മുകളിലും താഴെയൊക്കെ സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിൽ രണ്ടായിട്ട് സെപ്പറേറ്റ് ഡോറുകളൊക്കെ ചെയ്തിട്ട് തന്നെയാണ് ഈ ഒരു വാർഡ്രോബ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ ഡ്രസ്സിംഗ് ടേബിൾ ഈ ഒരു സൈഡിലാണ് വരുന്നത്. ഒരു ഫുൾ കവർ ആയിട്ടുള്ള ഒരു വലിയ മിറർ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അതിനോട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഡ്രസ്സിംഗ് ടേബിളിന്റെ ഈ ഒരു പോർഷനിലാണെങ്കിലും ധാരാളം സ്റ്റോറേജ് സ്പേസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൂടാതെ ഈ നിൽക്കുന്ന ഒരു വോളിൽ 2 സിംഗിൾ വിൻഡോസ് നമുക്ക് 2 സൈഡിലും ആയിട്ട് കൂടെ കിട്ടുന്നുണ്ട്. ഇവിടുത്തെ റൂഫിൽ നോക്കിയാലും അത്യാവശ്യത്തിനുള്ള വർക്കുകൾ ചെയ്തിട്ടുണ്ട്. LED ലൈറ്റ് ഫിറ്റിംഗ്സ് ചെറുതും വലുതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് ലൈറ്റ് ഫിറ്റിംഗ്സും ഷോ ലൈറ്റുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വന്നിട്ട് ഈ ഒരു ഭാഗത്താണ്. ഡോറിന്റെ പാറ്റേൺ വന്നിട്ട് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു പടിക്ക് താഴേക്ക് ഇറങ്ങുന്ന രീതിയിലാണ് ഈ ഒരു ബാത്റൂം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വെള്ളമൊന്നും പുറത്തേക്ക് വരാത്ത രീതിയിൽ കംഫർട്ടായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബാത്റൂമിനകത്തുള്ള ഫിറ്റിംഗ്സ് ഒക്കെ വന്നിട്ട് സെറയുടെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു ലൈറ്റ് ഓഫ് വൈറ്റ് ഷെയ്ഡുള്ള ഡിസൈൻ വരുന്ന ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിൽ തന്നെയാണ് ബാത്റൂമിനകത്ത് ഫിറ്റിംഗ്സ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. താഴെ നമ്മൾ ഒരു ബെഡ്റൂം കണ്ടു. ഇനി നമുക്ക് കാണേണ്ടത് താഴത്തെ ഫ്ലോറിലുള്ള 2ാമത്തെ ബെഡ്റൂം ആണ്. ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ നമുക്ക് വാഷ് ബേസിനാണ്. അതിന്റെ തൊട്ടടുത്തായിട്ടാണ് ഇവിടുത്തെ 2ാമത്തെ ബെഡ്റൂം വരുന്നത്. ബെഡ്റൂമിന്റെ ഡോറുകളുടെ പാറ്റേൺ ഒക്കെ വന്നിട്ട് സെയിം ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്.
ഈ ഒരു ബെഡ്റൂം നോക്കുന്ന സമയത്ത് ഇതിന്റെ സൈസ് വന്നിട്ടാണെന്നുണ്ടെങ്കിൽ 13x10 ഫീറ്റ് 13x10 ഫീറ്റിലാണ് ഈ കാണുന്ന ബെഡ്റൂമിന്റെ സൈസ് വരുന്നത്. ഇവിടെ നമുക്ക് 3 വിൻഡോസും ഈ ഒരു വോളിൽ 2 സിംഗിൾ വിൻഡോസുമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. മൾട്ടിവുഡിന്റെ ആ ഒരു വാർഡ്രോബ് വന്നിട്ട് ഈ ഒരു ഭാഗത്ത് കുറച്ച് സെപ്പറേറ്റ് ഒരു വെറൈറ്റി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കളർ ഷെയ്ഡാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിനോട് അറ്റാച്ച് ചെയ്ത് തന്നെ നമുക്ക് ഡ്രസ്സിംഗ് ടേബിളിലായിട്ട് വലിയൊരു മിററും അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ റൂഫിലാണെങ്കിലും ഭംഗിയായിട്ടുള്ള വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമിന്റെ ഡോർ നോക്കുവാണെങ്കിൽ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള വേറൊരു മോഡലിലാണ് ഡോർ കൊടുത്തിരിക്കുന്നത്. ഇതിനകത്തുള്ള ടൈലുകൾ നോക്കുവാണെങ്കിലും കുറച്ച് ഡിഫറെന്റ് തന്നെയാണ്. താഴേക്ക് ഇറങ്ങുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു ബാത്റൂമും ചെയ്തിരിക്കുന്നത്. ഒരു ലൈറ്റ് ബ്ലൂ ആൻഡ് ഗ്രേ ഷെയ്ഡാണ് മെയിൻ ആയിട്ട് ടൈലുകൾക്കൊക്കെ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ ഈ ഒരു ബാത്റൂമിനകത്തും വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷൻ കൊടുത്തിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് കാണേണ്ടത് ഇവിടുത്തെ കിച്ചൺ ആണ്. കിച്ചണിന്റെ എൻട്രൻസ് ആണ് ഈ കാണുന്നത്. മൾട്ടിവുഡിൽ തന്നെ വളരെ ഭംഗിയായിട്ടുള്ള ഡിസൈനുകളോട് കൂടിയിട്ടാണ് ഓപ്പൺ കിച്ചൺ ചെയ്തിരിക്കുന്നത്. ഇവിടെയുള്ള കൗണ്ടർ ടോപ്പ് പോർഷൻ വന്നിട്ട് വൈറ്റ് കളറിലുള്ള ഗ്രാനൈറ്റ് ആണ് ചെയ്തിരിക്കുന്നത്. കിച്ചണിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഈസി ആയിട്ടൊരു 4 പേർക്ക് നിന്ന് മാനേജ് ചെയ്യാവുന്ന നല്ലൊരു സ്പേസ് ആണ് കിച്ചണിനകത്ത് ലഭിക്കുന്നത്. കിച്ചണിന്റെ ക്യാബിനറ്റ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ ഒരു ലൈറ്റ് ഓഫ് വൈറ്റ് ഷെയ്ഡിലുള്ള ക്യാബിനറ്റ്സ് ആണ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. മുകളിൽ 2 ലെയറിലും താഴെ ഒരു ലെയറും ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് സ്റ്റോറേജ് സ്പേസ് ലഭിക്കുന്ന രീതിയിലാണ് കിച്ചൺ ക്യാബിനറ്റ്സ് ഒക്കെ ചെയ്തിരിക്കുന്നത്. റൂഫിൽ നോക്കിയാലും കാണാം ഭംഗിയായിട്ടുള്ള ഡിസൈൻ വർക്കുകളും LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കിച്ചണിന്റെ സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് വരുന്ന ഒരു ടൈലാണ് എല്ലാ സ്ഥലത്തും തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വിൻഡോസും ആവശ്യത്തിന് കിട്ടുന്നുണ്ട്. 2 ഭാഗത്തായിട്ടാണ് വിൻഡോസ് വരുന്നത്. കിച്ചണിന്റെ ടോപ്പ് സ്ലാബ് വന്നിട്ട് ബ്ലാക്ക് കളർ ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. സിങ്ക് പൈപ്പ് കണക്ഷൻ എല്ലാം ചെയ്യാവുന്ന ഒരു ഏരിയ അവിടെ ചെയ്തിട്ടുണ്ട്. പൈപ്പ് ഫിറ്റിംഗ് മാത്രമാണ് നമുക്കിനി അവിടെ കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ളത്. 2500 സ്ക്വയർ ഫീറ്റിൽ ചെയ്തിരിക്കുന്ന ഒരു വീടായതുകൊണ്ട് തന്നെ നമുക്ക് ധാരാളം സ്പേസ് ആണ് ഇതിനകത്ത് കിട്ടുന്നത്. ഇപ്പൊ നമ്മൾ കണ്ടത് ഇവിടുത്തെ ഫസ്റ്റ് കിച്ചൺ ആണ്. ഇനി നമ്മൾ പോകുന്നത് സെക്കൻഡ് കിച്ചണിലേക്കാണ്. ഫസ്റ്റ് കിച്ചണിന്റെ പോലെ തന്നെ എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടാണ് സെക്കൻഡ് കിച്ചണും ചെയ്തിരിക്കുന്നത്. ഇവിടെയും നമുക്കൊരു 2 പേർക്ക് അഡീഷണൽ ആയിട്ട് നിന്ന് മാനേജ് ചെയ്യാവുന്ന സ്പേസ് കിട്ടുന്നുണ്ട്. കിച്ചൺ ക്യാബിനറ്റ്സിന്റെ കളറുകളൊക്കെ നോക്കുവാണെങ്കിൽ എല്ലാം സെയിം തന്നെയാണ്. ലൈറ്റ് ഓഫ് വൈറ്റ് ഷെയ്ഡ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 3 വിൻഡോസ് അവിടെയും 2 സിംഗിൾ വിൻഡോസ് ഇവിടെയും കിട്ടുന്നുണ്ട്. കിച്ചണിന്റെ ഒരു സറൗണ്ടിങ് ഏരിയാസ് നോക്കുവാണെങ്കിലും ആ ഒരു സെയിം കളർ ലൈറ്റ് ഗ്രീൻ കളർ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഡോർ തുറന്ന് നമ്മൾ നേരെ വരുന്നത് പുറത്തേക്കുള്ള ഏരിയയിലാണ്. നമ്മൾ ഫസ്റ്റ് ടൈം വീടിന് ചുറ്റിനും കണ്ടപ്പോൾ ഈ ഒരു ഏരിയ കണ്ടതാണ്. നമുക്കൊരു വർക്ക് ഏരിയ കമ്പൽസറി ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്തെടുക്കാനുള്ള നല്ലൊരു സ്പേസ് തന്നെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. മുകളിലേക്കുള്ള സ്റ്റെപ്പ് കയറി വരുന്ന സമയത്ത് സ്റ്റെപ്പുകളെല്ലാം നോക്കിയാൽ കാണാം ഒരു ലൈറ്റ് റെഡ് ഷെയ്ഡ് വരുന്ന ഒരു ഗ്രാനൈറ്റ് പീസ് ആണ് സ്റ്റെപ്പുകളിലെല്ലാം തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. കയറി വരുന്ന വഴിയിലെ ട്രഡീഷണൽ രീതിയിലുള്ള നല്ല ഭംഗിയുള്ള ഒരു ഷോലൈറ്റ് നമുക്ക് കാണാം. അതുകൂടാതെ സ്റ്റെപ്പ് കയറി വരുമ്പോൾ റൈറ്റ് സൈഡിൽ നോക്കുവാണെങ്കിൽ 3 വിൻഡോസ് കൊടുത്തിട്ട് നല്ലൊരു വെളിച്ചം കടക്കാനായിട്ട് നല്ലൊരു ഓപ്പണിംഗ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി വരുന്ന സമയത്ത് മുകളിലെ റൂഫിൽ നോക്കിയാൽ കാണാം ഭംഗിയുള്ളൊരു ഹാങ്ങിങ് ലൈറ്റ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ വന്ന് നിൽക്കുന്നത് ഇവിടുത്തെ ഒരു വലിയ ഹാളിലാണ്. എടുത്തു പറയേണ്ടത് തന്നെയാണ്, വലിയ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഹാളാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഈ ഹാളിന്റെ റൂഫ് കംപ്ലീറ്റ് ആയിട്ട് നല്ല രീതിയിലുള്ള വർക്കുകളും LED സ്ട്രിപ്പുകളും LED ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെ കൊടുത്തിട്ടാണ് നല്ല രീതിയിൽ തന്നെ ഹെവി ആയിട്ടുള്ള വർക്കുകളൊക്കെ തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഞാൻ നിൽക്കുന്ന ഈ സ്പേസും ക്യാമറ നിൽക്കുന്ന സ്പേസും തമ്മിൽ നോക്കിയാൽ നിങ്ങൾക്ക് എത്ര ഡിസ്റ്റൻസ് ഉണ്ടെന്ന് മനസ്സിലാകും. വലിയ വിഡ്ത് ആയിട്ടുള്ള ഒരു ഏരിയയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഈ ഒരു ഹാളിന്റെ ഈ ഒരു പോർഷനിലായിട്ടാണ് നമുക്ക് TV യൂണിറ്റ് വെക്കാനുള്ള അറേഞ്ച്മെന്റ് ചെയ്തിരിക്കുന്നത്. വളരെ ഭംഗിയായിട്ട് ഒരു ഗ്രീൻ കളറിലുള്ള ഒരു വാൾപേപ്പർ ആണ് അവിടെ ഒട്ടിച്ചിരിക്കുന്നത്. അവിടെ മൾട്ടിവുഡ് കൊണ്ട് വൈറ്റ് കളർ ബേസ് കൊടുത്തിട്ട് ഭംഗിയായിട്ട് തന്നെയാണ് TV ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. TV യൂണിറ്റിന് ഈ ഒരു സൈഡ് വരുന്ന പോർഷനിലൊക്കെ ആണെന്നുണ്ടെങ്കിലും ഓപ്പൺ ഷെൽഫുകളായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഇവിടുത്തെ വിൻഡോസ് വരുന്നത് ഈ ഭാഗത്ത് 3 വിൻഡോസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ റൂഫിലൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ ഞാൻ എടുത്തു പറയുന്നില്ല, നിറയെ വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗും ഒക്കെയാണ് ഈ ഒരു ഹാള് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോ നമുക്ക് കാണേണ്ടത് ഇവിടുത്തെ ബെഡ്റൂമുകളൊക്കെ എങ്ങനെയാണെന്നുള്ളതാണ്. നമ്മൾ സ്റ്റെപ്പ് കയറി വന്നത് ഈ ഒരു ഭാഗത്ത് നിന്നാണ്. ആ ഒരു സൈഡിലാണ് നമ്മൾ TV യൂണിറ്റ് വെക്കാനുള്ള ഏരിയ കാര്യങ്ങളൊക്കെ കണ്ടത്. നമ്മളിപ്പോൾ സ്റ്റെപ്പ് കയറി നേരെ ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ നമുക്കൊരു ബെഡ്റൂം കിട്ടുന്നുണ്ട്. ടോട്ടൽ നോക്കുവാണെങ്കിൽ 3ാമത്തെ ബെഡ്റൂമാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ഡോറുകളുടെയൊക്കെ പാറ്റേൺ സെയിം തന്നെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 13x10 ഫീറ്റ് 13x10 ഫീറ്റിലാണ് ഈ കാണുന്ന ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഇവിടെ 3 വിൻഡോസ് ആയിട്ടും ഈ കാണുന്ന വോളിൽ 2 സിംഗിൾ വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ വാർഡ്രോബ് വരുന്നത് ഈ ഒരു മോഡലിലാണ്. താഴെ കണ്ട സെയിം വാർഡ്രോബ് തന്നെയാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. ധാരാളം സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിൽ തന്നെ വലിയൊരു വാർഡ്രോബാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അതിനോട് അറ്റാച്ച് ചെയ്തിട്ട് ഒരു ഡ്രസ്സിംഗ് ടേബിൾ നമുക്ക് കാണാവുന്നതാണ്. ഇതിന്റെ റൂഫിലാണെന്നുണ്ടെങ്കിലും ആവശ്യത്തിനുള്ള വർക്കുകളും ലൈറ്റ് ഫിറ്റിങ്ങുകളും ഒക്കെ കൊടുത്തിട്ട് ഭംഗിയായിട്ടാണ് റൂഫ് ചെയ്തിരിക്കുന്നത്.
ഡോറിന്റെ പാറ്റേൺ വന്ന് അറ്റാച്ച്ഡ് ബാത്റൂമിന്റെ പാറ്റേൺ വന്ന് ഡോറിന്റെ പാറ്റേൺ ഇങ്ങനെയാണ് വരുന്നത്. ഇവിടുത്തെ എല്ലാ ബാത്റൂമുകളും തന്നെ താഴേക്ക് ഇറങ്ങുന്ന രീതി, പുറത്തേക്ക് വെള്ളം തെറിച്ചു വരാത്ത രീതിയിലാണ് ബാത്റൂമുകളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. എല്ലായിടത്തും ജെറയുടെ ഫിറ്റിംഗ് തന്നെയാണ്. ഒരു ലൈറ്റ് ഗ്രീൻ ആൻഡ് ഗ്രേ ഷെയ്ഡാണ് ടൈലുകൾക്കൊക്കെ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ നമുക്ക് എല്ലാ ബാത്റൂമുകളിലും വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷൻ കൊടുത്തിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് കാണേണ്ടത് ഫൈനൽ ആൻഡ് ഫോർത്ത് ബെഡ്റൂം ആണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ആ ബെഡ്റൂം വരുന്നത്. അത്യാവശ്യം വലിയൊരു ബെഡ്റൂം സ്പേസ് തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇതിന്റെ സൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 14x11 14-11 ഫീറ്റിലാണ് ഈ കാണുന്ന ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. വിൻഡോസ് കാണാം, ഇവിടെ 3 ഇവിടെ 2 സിംഗിൾ വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. മെയിൻ വാർഡ്രോബ് വരുന്നത് ഈ ഒരു ഭാഗത്താണ്. നമ്മൾ താഴെ കണ്ട സെയിം ഡിസൈൻ തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ നമുക്ക് അഡീഷണൽ ആയിട്ട് ഡ്രസ്സിംഗ് ടേബിളും മറ്റൊരു ഫെസിലിറ്റിയും കൂടെ ആ ഒരു ഭാഗത്ത് കിട്ടുന്നുണ്ട്. ഡ്രസ്സിംഗ് ടേബിളിനോട് ചേർന്ന് തന്നെ നമുക്ക് വേറെയും ഒരു ഷെൽഫ് ഫെസിലിറ്റിയും സ്റ്റോറേജ് സ്പേസും ഒക്കെ ആ ഒരു ഭാഗത്തും കിട്ടുന്നുണ്ട്. ഇതിന്റെ റൂഫിലാണെങ്കിലും ഭംഗിയായിട്ടുള്ള വർക്കുകളും ലൈറ്റ് ഫിറ്റിങ്ങുകളും ഒക്കെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്താണ്. കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കളർ ഷെയ്ഡാണ് ടൈലുകൾക്കായി യൂസ് ചെയ്തിരിക്കുന്നത്. ചെറിയൊരു ബ്ലാക്ക് ഷെയ്ഡ് വരുന്ന രീതിയിലാണ് ടൈലുകൾ യൂസ് ചെയ്തിരിക്കുന്നത്. ബാത്റൂമുകളെല്ലാം തന്നെ ഞാൻ പറഞ്ഞു വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷൻ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീട്ടിലുള്ള മെയിൻ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞു. നമുക്കിനി ഇവിടെ ഒരു ബാൽക്കണി സ്പേസ് കാണാനുണ്ട്, യൂട്ടിലിറ്റി ഏരിയയും കാണാനുണ്ട്. സ്റ്റെപ്പ് കയറി വരുന്നതിന്റെ തൊട്ടടുത്ത് നമുക്ക് ഇങ്ങനെ ഒരു ഡോറ് കാണാം. ഇത് തുറന്ന് നമ്മൾ വരുന്നത് ഇവിടുത്തെ യൂട്ടിലിറ്റി സ്പേസിലേക്കാണ്. യൂട്ടിലിറ്റി സ്പേസ് നോക്കുകയാണെങ്കിൽ അവിടെ നിന്ന് തന്നെയാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസും സ്റ്റാർട്ട് ചെയ്യുന്നത്. ടെറസ് വന്നിട്ട് ഓപ്പൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. യൂട്ടിലിറ്റി ഏരിയ വന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് മുകളിലെല്ലാം തന്നെ കോൺക്രീറ്റ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഏകദേശം ഹാഫ് പോർഷനോളം ഫുൾ ആയിട്ട് തന്നെ കവർ ചെയ്തിട്ടുണ്ട്. നമുക്ക് വാഷിംഗ് മെഷീൻ ഒക്കെ വയ്ക്കാനുള്ള അറേഞ്ച്മെന്റ് ഈ ഒരു ഭാഗത്തായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുന്ന് സ്റ്റെപ്പ് കയറി വന്ന ഓൾറെഡി നമ്മൾ ഇവിടെ ഒരു വലിയ ഹാള് കണ്ടതാണ്. അതിനുശേഷം ഇവിടെ നിന്ന് നിങ്ങൾക്ക് മൾട്ടിവുഡ് കൊണ്ടുള്ള എൻട്രൻസ് കാണാം. ഈ എൻട്രൻസ് വഴി നമ്മൾ ഇനിയിപ്പോൾ കാണാൻ പോകുന്നത് ഇവിടുത്തെ ബാൽക്കണി സ്പേസ് ആണ്. പക്ഷെ ബാൽക്കണി സ്പേസിലേക്ക് പോകുന്ന വഴിക്ക് ഇവിടെ ഒരു വലിയ ഏരിയ നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു വലിയ സ്പേസ് തന്നെയാണ് ഈ ഒരു വീട്ടിൽ കിട്ടുന്നത്. അപ്പൊ എവിടെ നോക്കിയാലും സ്ഥലമില്ല എന്ന് പരാതി പറയുന്നവർക്കുള്ള ഏറ്റവും നല്ലൊരു മറുപടിയാണ് ഈ ഒരു വീട്. കാരണം വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു വീട് തന്നെയാണിത്. ഇവിടെയൊക്കെ നമുക്ക് എക്സ്ട്രാ സ്പേസ് ആണ് ധാരാളമായിട്ട് കിട്ടുന്നത്. ഇവിടെ 3 വിൻഡോസും ഇവിടെ 3 വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ റൂഫിൽ നോക്കുവാണെങ്കിലും കാണാം ഭംഗിയായിട്ടുള്ള വർക്കുകളും LED സ്ട്രിപ്പുകളും LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്തിട്ടാണ് ഇതിന്റെ റൂഫ് ആണെങ്കിലും ചെയ്തിരിക്കുന്നത്. നമ്മളുടെ ഒരു കൺവീനിയൻസ് അനുസരിച്ച് നമുക്കിത് എന്ത് റൂമായിട്ട് വേണമെങ്കിലും തിരിച്ചെടുക്കാവുന്നതാണ്. ഈ ഒരു ഡോർ തുറന്ന് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ ബാൽക്കണി സ്പേസിലേക്കാണ്. ബാൽക്കണിയുടെ ഫ്ലോർ നോക്കുവാണെങ്കിൽ ഒരു വുഡൻ ടൈപ്പ് ഓഫ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. താഴെ നിന്നും വന്നിരിക്കുന്ന 2 പില്ലറുകളുടെ കണ്ടിന്യൂഷൻ ആണ് ഇങ്ങോട്ടേക്ക് തന്നെ വന്നിരിക്കുന്നത്. ഇതിന്റെ ചുറ്റിനും നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഇതിട്ടിട്ടാണ് കംപ്ലീറ്റ് ആയിട്ട് ഔട്ടർ ഫ്രെയിം ഇട്ടിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽസ് അതിനുള്ളിലെല്ലാം തന്നെ ടഫ് ആൻഡ് ഗ്ലാസ് ഇട്ട് സേഫ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിൽക്കുന്ന സമയത്ത് ബാക്കിയുള്ള വില്ലകൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുകൂടാതെ നമ്മൾ നിൽക്കുന്ന ബാൽക്കണി സ്പേസിന്റെ നേരെ മുകളിലേക്ക് നോക്കിയാലും കാണാം ഭംഗിയുള്ള വർക്കുകളും കളർഫുൾ ആയിട്ടുള്ള പെയിന്റിങ്സും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ വീടിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇന്ന് നമ്മൾ പരിചയപ്പെട്ട വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ ആലുവ ചൂണ്ടി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ നിന്നും രാജഗിരി ഹോസ്പിറ്റലിലേക്ക് വെറും 3 കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. എല്ലാ സ്ഥലത്തേക്കും എളുപ്പത്തിൽ എത്തിപ്പെടാവുന്ന ഒരു സ്ഥലത്താണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. 30ഓളം വില്ലകൾ വരുന്ന ഒരു വില്ല പ്രൊജക്ടിനകത്ത് 25 വീടുകളോളം സെയിലായി ആളുകൾ താമസമായി. ബാക്കിയുള്ള 5 വീടുകളാണ് നമുക്ക് സെയിലിനായിട്ട് ഇട്ടിരിക്കുന്നത്. 2 ടൈപ്പ് ഓഫ് പ്രൈസുകളിലാണ് ഈ കാണുന്ന വീടുകൾ വരുന്നത്. ഇന്ന് നമ്മൾ കണ്ട വീട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വീടാണ് നമ്മളിത് പരിചയപ്പെട്ടത്. ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് 5,300 സെന്റ് ലാൻഡിലാണ്. 5.3 സെന്റ് ലാൻഡിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ഇതിന്റെ സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത് 2500 ആണ്. 2500 സ്ക്വയർ ഫീറ്റിലാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. നമുക്ക് 4 ബെഡ്റൂമുകളാണ് ഈ ഒരു വീട്ടിൽ കിട്ടുന്നത്. അതുകൂടാതെ 2 കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഡ്രിങ്കിങ് വാട്ടറിനായിട്ട് നമുക്ക് കിണറും ഉണ്ട്. അതുകൂടാതെ KWയുടെ വാട്ടറുമാണ് ഒരു ഓപ്ഷൻ ആയിട്ടുള്ളത്. ഇന്ന് നമ്മൾ പരിചയപ്പെട്ട ഈ കാണുന്ന വീട് ഉദ്ദേശിക്കുന്ന പ്രൈസ് 1,10,00,000 രൂപയാണ്. 1.10 CR എന്നുള്ള ഇതിന്റെ പ്രൈസ് തീർച്ചയായിട്ടും നെഗോഷ്യബിൾ ആണ്. ഇതിനകത്ത് മറ്റു 3 വില്ലകൾ കൂടി സെയിലിനായിട്ട് ഇട്ടിട്ടുണ്ട്. മറ്റൊരു വില്ല വരുന്നത് ഇതേ റേറ്റിൽ തന്നെയാണ്. അതുകൂടാതെ ഇതിലും കുറഞ്ഞ വില്ലകൾ വേണമെന്നുള്ളവർക്ക് 95 ലാഖിന്റെ വില്ലകൾ കൂടി ഇതിനകത്ത് അവൈലബിൾ ആണ്. അപ്പൊ 2 പ്രൈസ് കാറ്റഗറികളിലുള്ള വില്ലകളാണ് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. 95 ലക്ഷത്തിന്റെയും 1,10,00,000-ന്റെയും നല്ലൊരു ഏരിയയാണ്. വളരെ വലിയൊരു ഏരിയയിൽ 30ഓളം വില്ലകളുണ്ട്. ഒരുപാട് നൈബേഴ്സിനെ കിട്ടും. നല്ലൊരു സെന്ററിൽ തന്നെയാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ വീടുകളിൽ ഏതെങ്കിലും സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ മാർബിൾ ഹോംസിന്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് എത്രയും പെട്ടെന്ന് വിളിക്കുക.
അടുത്തൊരു മനോഹരമായ വീടിന്റെ വിശേഷങ്ങളുമായി കാണുന്നത് വരേക്കും എല്ലാവർക്കും ബായ്.